കുറേ നേരം വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് മാത്രമേ പറഞ്ഞത്. എന്തായാലും ഓണ ദിവസമാണ് ദിലീപ് എന്ന നടനെ, ജനപ്രിയ നായകനെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓണക്കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ വലിയ മോശമായി. നമുക്ക് ചേട്ടൻ്റെ ഏറ്റവും പെട്ടെന്ന് വരുന്ന ഒരു ഓണം ഓർമ്മ എന്ന് പറയും. ഓണം അങ്ങനെ പെട്ടെന്ന് വരില്ല, ഇത് എല്ലാ ചിങ്ങമാസത്തിലും വരും. ഓർമ്മ വരുന്ന ഓണം കോമഡി അടിച്ചതല്ലേ? അല്ലല്ല, ചോദ്യം അങ്ങനെയായിരുന്നു. ശരി, അങ്ങനെ ഓർമ്മിക്കാനുള്ള വിഷയങ്ങളൊന്നുമില്ല. കാരണം ഒരുപാട് ഓർമ്മകൾ ഞാൻ പല ചാനലിൽ പങ്കുവെച്ച് കഴിഞ്ഞതാണ്. ഇനി അത് ഓർമ്മിച്ചെടുക്കാന്ന് പറയുന്നത് വലിയ പണിയാണ്. കാരണം പുതിയതായിട്ട് എന്ത് സംഭവിച്ചാലും അത് അപ്പം തന്നെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പുതിയതായിട്ടൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല. പിന്നെ ഓണം എന്ന് പറയുന്നത് എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഓണക്കാലമാവാൻ എല്ലാവരും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒന്നാണ്. കാരണം കുട്ടികളാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും. കാരണം വെക്കേഷൻ കിട്ടും, 10 ദിവസം അടിച്ചു പൊളിക്കാം. അതുപോലെ ഓഫീസുകൾക്ക് അവധി കിട്ടും. പ്രത്യേകിച്ച് ഇത്തവണത്തെ ഓണം വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് അവധികളുള്ള എല്ലാവർക്കും എന്താ പറയുക എന്ന് ഒരു നല്ല ശ്വാസം വിടാൻ പറ്റിയ സമയമാണ്. അപ്പോൾ പിന്നെ ഗ്രാമങ്ങളിലാണ് സത്യസന്ധമായി പറഞ്ഞാൽ ശരിക്കുള്ള ഓണം നടക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പൂക്കൾ പറിക്കാൻ പോകലും അതുപോലെ തന്നെ ഓണത്തപ്പന വെക്കലും ഇതിൻ്റെ ആഘോഷങ്ങളും ആർപ്പവിളികളും ഒക്കെ ഉള്ളത് ഉൾഗ്രാമങ്ങളിൽ ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ തറവാടുകളിലൊക്കെ പോകുമ്പോഴാണ് പരിസരങ്ങളിൽ അത് പല ആൾക്കാർക്കും അത് നഷ്ടമായിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു പുതുതലമുറയ്ക്ക് പലപ്പോഴും അത് ടി വിയിൽ മാത്രം കാണുന്ന സംഭവങ്ങളായി മാറി. ഓണാഘോഷം വരുമ്പോൾ എല്ലാ ചാനലുകളും പഴയകാല ഓണ ഓർമ്മകൾ വീണ്ടെടുക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു അവസരമാണ്. എന്തായാലും ഈ ഓണത്തിന് കിടിലൻ മത്സരമാണ് തിയേറ്ററുകളിൽ. ഊഴം, ഒപ്പം, വെൽക്കം ടു സെൻട്രൽ ജയിൽ, അങ്ങനെ സിനിമകളുടെ ഒരു നീണ്ട നിര പ്രേക്ഷകർക്ക്. നമ്മളുടെ എനിക്ക് തോന്നുന്നത് ഓണക്കാലത്ത് കോമഡിയുടെ ഹ്യൂമർ ഫ്ലേവറുള്ള കോമഡി എന്റർടൈനർ എന്ന് പറഞ്ഞ സിനിമ വെൽക്കം ടു സെൻട്രൽ ജയിലാണ്. കള്ളന്മാരെ കൊള്ളക്കാരി